ഇടുക്കി അടിമാലിയിൽ മണ്ണിനടിയിൽ കുടുങ്ങിയ ദമ്പതികളെ പുറത്തെത്തിച്ചു. ബിജു, ഭാര്യ സന്ധ്യ എന്നിവരാണ് ഇന്നലെ രാത്രി 10:30 മണ്ണിനടിയിൽ കുടുങ്ങിയത്. ഇരുവരെയും പുറത്തെത്തിച്ചത് നീണ്ട 6 മണിക്കൂറത്തെ പരിശ്രമത്തിനൊടുവിലാണ്. ഗുരുതരമായി പരിക്കേറ്റ സന്ധ്യയെ വിദഗ്ധ ചികിത്സയ്ക്കായി ആലുവ രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്നാൽ ബിജുവിന്റെ ജീവൻ രക്ഷിക്കാനായില്ല എന്നൊരു വാർത്തയാണ് വരുന്നത്. 25 കുടുംബങ്ങൾ താമസിച്ച ഇടുക്കി അടിമാലിയിലെ 25 കുടുംബങ്ങൾ താമസിച്ച സ്ഥലത്ത് അശാസ്ത്രീയമായ ദേശീയപാതയിലെ മണ്ണെടുപ്പിനെ തുടർന്നാണ് ഈ ഒരു വലിയൊരു അപകടം ഉണ്ടായത്. അവിടെ പ്രദേശത്ത് വിള്ളൽ സംഭവിക്കുകയും അതിനാൽ തന്നെ 25 കുടുംബങ്ങളെ എല്ലാവിധ സജ്ജീകരണങ്ങളോടെ തന്നെ ക്യാമ്പിലേക്ക് പാർപ്പിക്കുന്ന രീതിയാണ് ഉണ്ടായത്. എന്നാൽ ഏതാനും രേഖകൾ എടുക്കാൻ വേണ്ടിയിട്ട് ഭാര്യ സന്ധ്യയും അതുപോലെ തന്നെ ഭർത്താവ് ബിജുവും തിരികെ വീട്ടിലേക്ക് എത്തിയപ്പോഴായിരുന്നു ഈ ഒരു വലിയ അപകടം നടന്നത്. അല്ലേ ജോസിൽ? വിഷ്ണുപ്രിയ, ഇത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ മണ്ണെടുപ്പിൽ നിന്നാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ ഉയരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗത്താണ് ഈ റോഡ്, ഈ ദേശീയപാത കടന്നു പോകുന്നത്. ആ ദേശീയപാതയുടെ അങ്ങേ സൈഡിൽ മലയുടെ ഒരു സൈഡാണ് താഴേക്ക് ഇടിച്ച് നിർത്തിയിരുന്നത്. അത് അവിടെ സംരക്ഷണ ഭിത്തി അടക്കം നിർമ്മിക്കണം എന്നുള്ള കാര്യം ഇവിടുത്തെ പൊതുപ്രവർത്തകരും കാര്യങ്ങളുമെല്ലാം നേരത്തെ തന്നെ ആവശ്യപ്പെട്ടതാണ്. എന്നാൽ ഈ സംരക്ഷണ ഭിത്തി ഇല്ലാതെ വലിയ രീതിയിൽ മണ്ണ് തിട്ടയായിട്ട് അരിഞ്ഞു നിർത്തിയിരുന്നു. ആ അരിഞ്ഞു നിർത്തിയിരുന്നത് അപകടാവസ്ഥയിലാണ്. അതിന് സംരക്ഷണ ഭിത്തി ഒരുക്കണമെന്നും അത് അവിടെ നിന്ന് ആ മണ്ണ് നീക്കം ചെയ്യണമെന്നുള്ള കാര്യവുമെല്ലാം നേരത്തെ തന്നെ പൊതുപ്രവർത്തകർ ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ഈ മണ്ണ് നീക്കം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയപ്പോഴാണ് വീണ്ടും ഈ മണ്ണ് ഇടിഞ്ഞ് റോഡിലേക്ക് വരികയും മണിക്കൂറുകളോളം ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ചെറിയ ലോക്കൽ ബൈപ്പാസുകൾ വഴിയൊക്കെ വാഹനങ്ങൾ തിരിച്ചുവിടുകയും പിന്നീട് ഭാഗികമായി ബസ്, വലിയ വാഹനങ്ങളൊക്കെ കടത്തിവിടുന്ന ഒരു സാഹചര്യം ആണ് അവസാനം ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നലെ വീണ്ടും പകല് സമയത്താണ് ഇത്തരത്തിൽ ഈ മണ്ണ് വിണ്ടു നിൽക്കുന്നതായി പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അവർ അതനുസരിച്ച് ഈ അധികൃതരെ വിവരമറിയിക്കുകയും അതിനുശേഷം അവർ എത്തി ഈ പ്രദേശത്തുള്ള 25ഓളം കുടുംബങ്ങളെ ഈ തൊട്ടടുത്തുള്ള ഹൈസ്കൂളിലേക്ക് മാറ്റി പാർപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ നിരവധി വീടുകൾ ഇപ്പോൾ ഈ മുകളിൽ നിന്ന്, അതായത് വളരെ ഉയരത്തിൽ നിന്ന്, അതായത് ദേശീയപാതയുടെ അങ്ങേ സൈഡിൽ നിന്ന് മണ്ണിടിഞ്ഞ് താഴേക്ക് വരികയാണ്. അത് ദേശീയപാതയും കടന്ന് ഇപ്പോൾ ദേശീയപാതയിലേക്കുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു. ആ ദേശീയപാതയും കടന്ന് എത്തിയ മണ്ണാണ്. ദേശീയപാതയും കടന്ന് താഴേക്ക് ഊർന്നെത്തിയ മണ്ണും കല്ലുമെല്ലാമാണ് നിരവധി വീടുകളുടെ മുകളിലേക്ക് വീണ. ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നതടക്കം ഒരു വീടിൻ്റെ മുകളിലായിരിക്കും. മണ്ണിൻ്റെ അടിയിൽ വീടുണ്ടാകാം എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. അത്തരത്തിൽ ഈ വീടിൻ്റെ എല്ലാം മുകളിലേക്ക് ഈ ഇത്തരത്തിൽ മണ്ണ് വന്ന് വീഴുകയായിരുന്നു. ഈ കുടുംബങ്ങളിലൊക്കെ ഒരുപക്ഷെ മാറ്റി പാർപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ നിരവധി ആളുകൾ കുടുങ്ങിപ്പോവുകയും ജീവൻ അപകടത്തിൽപ്പെടുകയും ഇന്നത്തെ ഈ പ്രഭാതം ഉണ്ടാകുമ്പോൾ ഒരു മരണമല്ല, നിരവധി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് ഉണ്ടാകുമായിരുന്നു. ഏതായാലും നാട്ടുകാരുടെയും അതുപോലെ തന്നെ ഈ പ്രദേശത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെയും നേതൃത്വത്തിൽ ഇത്തരത്തിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ തീരുമാനിച്ചതാണ് വലിയ ദുരന്തം ഒഴിവായത് എന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും ബിജുവിൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്നാൽ സിന്ധുവിനെ സംബന്ധിച്ചിടത്തോളം അവരെ ആശുപത്രിയിലേക്ക് സന്ധ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാലിലാണ് ഗുരുതരമായ, ചെറിയ പരിക്കല്ല, ഗുരുതരമായ പരിക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. അവരുടെ കാലുകൾ ഒടിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ മസിലിനും വലിയ പരിക്കുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.